വീണ്ടും നമ്മൾ പണിക്കർ സഹോദരനുള്ള ഒരു മറുപടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പണിക്കർ സഹോദരൻ വല്ലാതെ പ്രയാസത്തിലാണെന്ന് തോന്നുന്നുണ്ട്. കാരണം 24 ന്യൂസിൽ അദ്ദേഹത്തിന് വല്ലാതെ പ്രയാസം ഉണ്ടായി. അതിനുശേഷം അതിനെ വിശദീകരിച്ചുകൊണ്ട് അതിൽ അദ്ദേഹം ഇസ്രായേൽ എന്ന് പറയുന്ന വംശഹത്യാ രാഷ്ട്രത്തെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു. അതിലാകെ പ്രയാസപ്പെട്ടു. അതിനുശേഷം വംശഹത്യ ന്യായീകരിക്കാനുള്ള കുറച്ച് ന്യായീകരണങ്ങളുമായി വീണ്ടും വന്നു. അതിന് നമ്മൾ വളരെ സൗമ്യമായി സ്നേഹത്തിൽ ചാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ എല്ലാ വാദങ്ങളും ഇസ്രായേൽ വംശഹത്യ ചെയ്യുന്നില്ല എന്നുള്ളതിന് അദ്ദേഹം എന്തൊക്കെ വാദങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാത്തിനും ഓരോന്നായിക്കൊണ്ട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ICC ഉദ്ധരിച്ചുകൊണ്ട് ICJ ഉദ്ധരിച്ചുകൊണ്ട് ആംനസ്റ്റി ഉദ്ധരിച്ചുകൊണ്ട് UN സ്പെഷ്യൽ കമ്മിറ്റിയെ ഉദ്ധരിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾക്ക് എത്ര വേണം, എത്ര ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ നോമേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഇങ്ങനെയുള്ള വംശഹത്യാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതിന് തെളിവ് വേണം, എത്ര എണ്ണം വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ വളരെ സ്നേഹത്തിൽ കൊടുത്തിട്ടും അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ മനസ്സിലായതായി ഭാവിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പം അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ വിഷയം എന്താണ്, 24 ന്യൂസിൽ അദ്ദേഹം പ്രയാസപ്പെട്ടതും പിന്നെ അദ്ദേഹം വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ഈ പറഞ്ഞ വംശഹത്യ, ഇസ്രായേൽ വംശഹത്യ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാദം. നമ്മുടെ വാദം ഇസ്രായേൽ വംശഹത്യ ചെയ്യുന്നുണ്ട്. ഗസയിലുള്ള ആളുകളെ ഇപ്പോൾ ഇസ്രായേൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജനോസൈഡിലാണ്, ആ പ്രോസസ്സിലാണ് അവിടെ ഉള്ളത് എന്നാണ് വാദം. അപ്പൊ ആ വിഷയത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ചർച്ച നടക്കേണ്ടത്. ആ വിഷയം ബാക്കി പല വിഷയങ്ങളുണ്ടാവും. ഹമാസ് അങ്ങനെ ചെയ്തു, ഹമാസ് ഇങ്ങനെ ചെയ്തു, പിന്നെ ഹിസ്ബുള്ള അങ്ങനെ ചെയ്തു, ഇറാൻ ഇങ്ങനെ ചെയ്തു, ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതൊക്കെ വിഷയം ഒരുപാട് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ഹമാസ് എന്ത് ചെയ്താലും, ഹിസ്ബുൾ എന്ത് ചെയ്താലും, ഇറാൻ എന്ത് ചെയ്താലും ഇസ്രായേൽ ചെയ്യുന്നത് വംശഹത്യാണോ അല്ലേ, അതിനുള്ള തെളിവുകളാണ് നമ്മൾ എന്ത് ചെയ്തത്, സൗമ്യമായി കൊടുത്തത്. വളരെ സൗമ്യമായിട്ടാണ് കൊടുത്തത്. അപ്പം അതിൽ അദ്ദേഹത്തിന് വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതിന് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം നടത്തുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് വാട്ടബൗട്ടറികളാണ്. അപ്പോൾ അതിൽ ഭയങ്കര രസകരമായ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാം മറുപടി ഒന്നും അർഹിക്കാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ, സാമ്പിൾ അല്ലേ, മറ്റേ ഈ ചോറ് ബന്ധമെന്ന് അറിയാൻ ഒരു വറ്റെടുത്താൽ മതി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വറ്റ് നമ്മൾ എടുത്തു നോക്കുക. അദ്ദേഹം എങ്ങനെയാണ് തെളിവുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും അതിൽ എത്രത്തോളം വലിയ തട്ടിപ്പാണ് നടത്തുന്നത് എന്നുള്ളതും നമുക്കൊന്ന് കാണാം. അതായത് ഇദ്ദേഹം വംശഹത്യ ന്യായീകരിക്കാൻ വേണ്ടി നമ്മുടെ സൗമ്യമായ മറുപടിക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഇസ്രായേലിൻ്റെ വംശഹത്യ ന്യായീകരിക്കാൻ വേണ്ടി പുതിയൊരു സാധനം കൊണ്ടുവരികയാണ്. അത് നിങ്ങൾ കേൾക്കുക. കൂടുതൽ പഠനങ്ങളുണ്ട്, കൂടുതൽ ഡോക്യുമെന്റുകളുണ്ട്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ 2024 അറസ്റ്റ് വാറണ്ടുകളുണ്ട്. ആ ക്രിമിനൽ കോർട്ടിന്റെ 2024 നവംബർ മാസം 21 തീയതി ഉണ്ടായിരുന്ന പ്രീ ട്രയൽ ചേംബർ അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് മുഹമ്മദ് ദൈഫ് എന്ന് പറയുന്ന ഹമാസിന്റെ മിലിറ്ററി വിംഗ് ആയിട്ടുള്ള അൽ ഖാസം ബ്രിഗേഡ്സിന്റെ ലീഡറിനാണ്. കസാം ബ്രിഗേഡിന്റെ മിലിറ്ററി തലവനായിട്ടുള്ള മുഹമ്മദ് ദൈഫിന് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് 2024 നവംബർ 21 അറസ്റ്റ് വാറണ്ട് കൊണ്ടുവന്നു. അതാണ് എന്തിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാദം, ഇസ്രായേൽ വംശഹത്യ നടത്തുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നതും കേൾക്കേണ്ട കാര്യമില്ല, പണിക്കർ സഹോദരൻ പറയുന്നതും കേൾക്കണ്ട. നിങ്ങൾ നേരെ ICC വെബ്സൈറ്റിൽ പോവാം. ICC വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നവംബർ 24 അറസ്റ്റ് വാറന്റുകൾ, അതിൽ എല്ലാ അറസ്റ്റ് വാറന്റുകളും ഒറ്റ ഷീറ്റായിട്ടുണ്ട്. അതിൽ നവംബർ 24 അതിൽ അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് ദൈഫ്, ഓക്കെ, അതായത് കസാം ബ്രിഗേഡിന്റെ, അതായത് ഈ പറഞ്ഞ ഹമാസിന്റെ പിന്നെ കമാൻഡർ ആയിട്ടുള്ള ദൈഫിന് അറസ്റ്റ് വാറന്റ് ഉണ്ട്. പക്ഷെ മൂപ്പര് വളരെ സൗകര്യപൂർവ്വം എന്താ പറയാ, വിഴുങ്ങിക്കളഞ്ഞിട്ടുള്ള 2 പേരുകൾ അതിന്റെ തൊട്ട് മുകളിലും കാണാൻ സാധിക്കും. ഒന്നാമത്തത് ഈ പറഞ്ഞ ദൈഫ്, മുഹമ്മദ് ദൈഫ് ഉണ്ട്. രണ്ടാമത്തെ ആളെ പേരൊന്ന് വായിച്ചോക്കിയേ, നെതന്യാഹു. എന്താണ് നെതന്യാഹു? അബൌട്ട് ഡിഫൻഡന്റ് മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു, ബോൺ ഓൺ 21 October 1949, Prime Minister of Israel at the time of the elected conduct. അതേ ദിവസം നവംബർ 21 ദൈഫിന്റെ കൂടെ ആരാണ്, നെതന്യാഹു ഉണ്ട്. രണ്ടാമത്തെ ആരാന്നറിയോ, മുഖ്യ രണ്ടാമത്തെ ആള് ഗാലന്റ്. പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തുകൊണ്ട് ഇതേ സമയത്ത് ഇദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 3 ആളുകൾക്ക്, അതായത് ഇസ്രായേലിന്റെ 2 ആളുകൾക്കും ഹമാസിന്റെ ഒരാൾക്കുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതായത് ഇസ്രായേലിന്റെ യുദ്ധം നിയന്ത്രിക്കുന്ന 2 പേർ, യോഗാലനും അതേപോലെ തന്നെ നെതന്യാഹു, ഈ 2 പേർക്കും അറസ്റ്റ് വാറണ്ട്, ഒപ്പം ദൈഫിന് അറസ്റ്റ് വാറണ്ട് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഈ ദൈഫിനുള്ള അറസ്റ്റ് വാറന്റ് അങ്ങോട്ട് എടുത്തു, ബാക്കി 2 അങ്ങോട്ട് വളരെ സൗകര്യപൂർവ്വം സൗമ്യമായിട്ട് മുക്കി. അപ്പോ ഇതാണ് ഇയാൾ ചെയ്ത മൊത്തം, ഇയാളുടെ വീഡിയോന്റെ മൊത്തം കണ്ടന്റ് ഇതിലുണ്ട്. കാരണം ഇയാൾ ചെയ്തെന്താ വെച്ചാല് ഇസ്രായേൽ ക്രൈം ചെയ്യുന്നു, ഇസ്രായേൽ ജനോസൈഡ് ചെയ്യുന്നു, ഇതാണ് ഞങ്ങളുടെ വാദം. അതില്ല എന്നാണ് ഇയാളുടെ വാദം. അതില്ല എന്നുള്ളതിന് ഇയാൾ തെളിവായിട്ട് കൊണ്ടുവന്ന സംഭവമാണ് അറസ്റ്റ് വാറന്റ്. അറസ്റ്റ് വാറന്റ് ആർക്കാണ്? 1 ഹമാസിനും 2 ഇസ്രായേലിനും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ 2 ഇസ്രായേലിന് കിട്ടിയ 2 അറസ്റ്റ് വാറന്റ് മാറ്റിയിട്ട് ഇയാൾ ദൈഫ് മാത്രം എടുത്തു. ഇതാണ് ഇയാളുടെ മൊത്തം വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇസ്രായേൽ ജനോസൈഡ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വാദമെങ്കിൽ, ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമേ അല്ല. ICJന്റെയോ അറസ്റ്റ് വാറന്റോ പ്രസ് റിലീസോ എന്തെങ്കിലും ആർക്കെങ്കിലും എതിരുണ്ട് എന്നുള്ള സാധനം ഇതുമായിട്ട് ബന്ധപ്പെട്ട വാദമേ അല്ല. നിങ്ങൾ കൊണ്ടുവരണം എന്താണ്,
ഏതെങ്കിലും ഇപ്പോൾ ICC ആവാം, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ കോർട്ട് ആവാം, അല്ലെങ്കിൽ ICJ ആവാം, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആവാം, അല്ലെങ്കിൽ UN ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവാംഗീകൃതമായിട്ടുള്ള ഒരു കമ്മിറ്റിയോ മറ്റോ പുറപ്പെടുവിച്ച ജനോസൈഡിന്റെ ക്രൈറ്റീരിയ കൊണ്ടുവരിക. വളരെ സിമ്പിളാണ്. ഇത് 5 മിനിറ്റിന്റെ വീഡിയോയിൽ തീർന്ന സാധനമാണ്. ക്രൈറ്റീരിയ കൊണ്ടുവരിക, 5 ക്രൈറ്റീരിയ, 4 ക്രൈറ്റീരിയ, 6 ക്രൈറ്റീരിയ, ആ ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ട് പറയാം ഈ 4 ക്രൈറ്റീരിയയും ഇസ്രായേൽ ഇപ്പോൾ ഫുൾഫിൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ 4 കാര്യങ്ങളും ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്യുന്നില്ല എന്ന് 5 പറ്റി പറയില്ല, 4 പറ്റി പറയാം. അല്ലെങ്കിൽ ഇത്ര ആളുകളെ കൊല്ലണം, ഇസ്രായേൽ ചെയ്യുന്നില്ല, ആളുകളെ കൊല്ലുന്നില്ലല്ലോ ഇസ്രായേൽ, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതേപോലെ തന്നെ വേണ്ടത്ര ആയിട്ടില്ല. അതെ, കുറച്ചും കൂടി ഉണ്ടെങ്കിലാണ് ഫുൾഫിൽ ആവുള്ളൂ. അതേപോലെ തന്നെ ഒരു നാടിന്റെ കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ട് നശിപ്പിച്ച ആളുകളെ ഭവനരഹിതരാക്കണം, ഇസ്രായേൽ ചെയ്യുന്നില്ലല്ലോ. അതേപോലെ തന്നെ ചെയ്യുന്നില്ല, ആവശ്യ സാധനങ്ങൾ തടഞ്ഞു വെക്കുക, അങ്ങനെ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ബേസിക് ഇന്റൻഷൻ ആയിട്ട് ഒരു നാട്ടിലെ ആളുകളെ മുഴുവൻ ഒന്നുകിൽ മാറ്റി പാർപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഇല്ലാതാക്കണമെന്നോ അങ്ങനത്തെ ഒരു ഉദ്ദേശം, അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യുക, തെളിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതിന് പകരം ഇപ്പോൾ ഹമാസ് അത് ചെയ്യുന്നുണ്ട്, ഹമാസ് ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹമാസിന് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു അഭിപ്രായത്തിൽ ഓൾറെഡി നമ്മുടെ സൗമ്യമായ മറുപടിയിൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഹമാസ് ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അതിൽ ഞങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല, ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഹമാസ് ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണ്. പക്ഷേ ഹമാസ് ഇപ്പോൾ 1200 ആളുകളെ കൊന്നു. അതിൽ തന്നെ ഹമാസ് പറയുന്നത്, ഹമാസിന്റെ വേർഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സിനെയാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ ആ മതിൽ തകർന്നതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കൺട്രോൾ വിട്ട് ഒരുപാട് ആളുകൾ, പല മിലീഷ്യകൾ ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളും പോയിട്ട് അതിൽ സിവിലിയൻസ് അടക്കം കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇസ്രായേൽ കൊണ്ടുവരുന്ന കണക്ക് അതേപോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നാൽ പോലും എന്താണ് അതിൽ സിവിലിയൻസ് കൊല്ലപ്പെടുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ സിവിലിയൻസ് കൊല്ലപ്പെട്ടത് തെറ്റാണ്. ഞങ്ങൾ പറയുന്നു തെറ്റാണ്. അതായത് 1200-ൽ ഏകദേശം ഒരു 600-700 പട്ടാളക്കാർ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചിലപ്പോൾ ഒരു 600ഓളം ആളുകൾ ചിലപ്പം സിവിലിയൻസ് ആവാൻ സാധ്യത. 60,000 കഴിഞ്ഞിട്ടോ സിവിലിയൻസ്. അതെ, അപ്പോൾ അവിടെയാണ് ഈ 600 എന്ന് പറയുന്നത് തന്നെ ഈ ഇസ്രായേലി സിവിലിയൻസ് പല ആളുകളും ഈ എക്സ് മിലിറ്ററിയാണ്. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് എടുത്താൽ പോലും സിവിലിയൻസ് ആയ ഒരു 600-500 ആളുകൾ ഉണ്ടെങ്കിൽ പോലും ആ 500 ആളുകളെ കൊന്നത് തെറ്റാണ് എന്നാണ് ഞങ്ങളുടെ വാദം. ഇനി പണിക്കർ സഹോദരനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ 500 ആളുകളെ തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നു. അതിനപ്പുറത്ത് അതിന്റെ 10 ഇരട്ടി, എത്രയാ, 5000, അതിന്റെയും 10 ഇരട്ടി, 100 ഇരട്ടി 50,000 ആളുകൾ. ബാക്കി പോട്ടെ, ഈ 65,000 ആളുകളെ കൊന്നതിൽ 15,000 നമ്മൾ വിട്ടു. ഹമാസ് മൊത്തം ഹമാസ് തീർന്നു, അത് മൊത്തം ഒഴിവാക്കി. ബാക്കി 50,000 ആളുകൾ, ഈ ഹമാസ് കൊന്ന സിവിലിയൻസിന്റെ 100 ഇരട്ടി ആളുകൾ, ആ 100 ഇരട്ടി ആളുകളെ കൊന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ലേ? അതാണ് ഞങ്ങളുടെ ചോദ്യം. അവിടെയാണ് മുഹമ്മദ് ദൈഫിനെതിരെ ICCയിൽ അറസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ആ തെറ്റാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി ഹമാസ് അങ്ങനെ ചെയ്തില്ലേ, ഇവിടെ ഇങ്ങനെ ചെയ്തില്ലേ, ഇറാൻ അങ്ങനെ ചെയ്തില്ലേ, ഹിസ്ബുള്ള ഇങ്ങനെ ചെയ്തില്ലേ, പിന്നെ സൗദി അറേബ്യ അങ്ങോട്ട് പോയില്ലേ, ഇങ്ങോട്ട് പോയില്ല, അതൊക്കെ പോയിക്കോട്ടെ. പക്ഷേ 50,000 ആളുകളെ കൊന്നതിനുള്ള ന്യായീകരണം എന്താണ്? അത് ന്യായീകരിക്കാൻ നിങ്ങൾ വല്ലാതെ ശ്രമിക്കുമ്പോഴാണ് വംശഹത്യ പണിക്കർ എന്ന് വിളിക്കേണ്ടി വരുന്നത്, വംശഹത്യ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് വിളിക്കേണ്ടി വരുന്നത്. അത് നിങ്ങൾ പ്രയാസപ്പെട്ടൊരു കാര്യമില്ല. അതെ, ഇനി ഈ 50,000, ഇപ്പൊ നേരത്തെ പറഞ്ഞ 50,000 പോരെ. ഒരു നാട്ടിൽ വെറും 20 ലക്ഷം ആളുകൾ വളരെ ചെറിയ സ്ഥലത്ത് തിങ്ങിപ്പാർക്കുന്ന ഒരു നാട്ടിൽ 50,000 ആൾക്കാരെ കൊന്ന പോരെ വംശത്തേക്ക്? അതേപോലെ തന്നെ പ്രഖ്യാപിത നിലപാടാണ് യോഗാലിന്റെയും നെതന്യാഹുവിന്റെയും പ്രഖ്യാപിത നിലപാടാണ് ഗാസ സ്ട്രിപ്പിനെ മൊത്തത്തിൽ തൂത്തുവാരുക, അവരെ മാറ്റി പ്രഖ്യാപിച്ചു. മാത്രമല്ല ഇത്തരം ഒരു പ്രഖ്യാപനം പോരെ വംശത്തേക്ക്? നിങ്ങൾ എന്ത് വംശത്തിനോട് ഉദ്ദേശിക്കും? എന്താ വേണ്ടിനി? ഇനി എന്താ വേണ്ടത്? മൊത്തത്തിൽ 0 ആയിട്ട് കാണണോ? ആ ജനസംഖ്യ 0 ആയിട്ട് കണ്ടാൽ ഓക്കെ, വംശത്തെ വെരിഫൈഡ്, പണിക്കർ സർ വെരിഫൈഡ് വെരിഫൈഡ്. ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇയാള് ഇത് നമ്മൾ പ്രഖ്യാപിത നിലപാടെന്ന് പറഞ്ഞല്ലോ, നെതന്യാഹുവിന്റെ പ്രഖ്യാപനം നമ്മൾ പറഞ്ഞു, ഹീബ്രു ബൈബിളിനെ കോട്ട് ചെയ്തിട്ടുണ്ട്, അമേരിക്ക ചെയ്ത അതേ കാര്യമാണ് നമ്മൾ ഗാസയിൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ഗാസയിലുള്ള മിലിറ്ററി ആക്ഷനിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് നെതന്യാഹു എന്ന് പറയുന്നത്. അമേരിക്കർ എന്ത് ചെയ്തോ അതാണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞത്. അമേരിക്കർ എന്താണ് ചെയ്തത്? സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ, പിന്നെ അതുപോലെ തന്നെ കന്നുകാലികൾ അടക്കമുള്ള ജീവനുള്ള എല്ലാത്തിനെയും തുടച്ചു നീക്കുക. ഇതാണ് അമേരിക്കരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹീബ്രു ബൈബിൾ പറയുന്നത്. അതേ കാര്യമാണ് ഗാസയിൽ ചെയ്യാൻ പോകുന്നത്. ഇയാൾ അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഹമാസിനെയാണ് അവിടെ ഉദ്ദേശിച്ചത്. ഹമാസ് എന്ന് പറയുന്നത് ഗാസയിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഇസ്രായേലിനെതിരെ വന്നിട്ടുള്ള ഒരു പ്രത്യാക്രമണമാണ്. ഒക്ടോബർ 7 അങ്ങനെ ഒരു സംഭവം നടന്നു. പക്ഷേ അതിന് മറുപടി ആയിക്കൊണ്ട് ഗാസയിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഈ ഹമാസിൽ എങ്ങനെ കാലികൾ വരിക? ഹമാസിൽ കാലികളുണ്ടോ? ഹമാസിൽ കുട്ടികളുണ്ടോ? ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞു, ഈ ഏകദേശം 10,000-ഓളം 0 ഏജ് കുട്ടികളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതായത് ജനിച്ച് 1 വർഷം പോലും ആവാത്ത കുട്ടികളാണ് 10,000-കണക്കിന് കുട്ടികൾ മരണപ്പെട്ടുള്ളത്. ഈ 0 ഏജ് കുട്ടിക്ക് എന്ത് ഹമാസ്, എന്ത് ഇസ്രായേൽ, എന്താ ഉള്ളത്? അതിനെ അടക്കാണ് താങ്കൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഹമാസിനെ തുടച്ചു നീക്കും എന്ന് പറഞ്ഞതിന് അല്ല ഞങ്ങൾ വംശഹത്യ എന്ന് പറഞ്ഞത്. ഗാസയിൽ
ഞങ്ങൾ അമേരിക്കരോട് ചെയ്തത് എന്താണോ അത് ചെയ്യും എന്ന് വെച്ചാൽ കാലികളും കുട്ടികളും സ്ത്രീകളും അടക്കം എല്ലാത്തിനെയും തുടച്ചു നീക്കും അതവര് എന്നതാണ്. അക്ഷരാർത്ഥത്തിൽ നടത്തുന്നുണ്ട്. yes. എങ്ങനെ മനസ്സിലാകുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എങ്ങനെ ഒരാൾക്ക് ഇത്തരം ഇസ്രായേൽ അനുകൂലിയാവാനും ഇത്തരത്തിലൊരു വംശത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ പറ്റുന്നു മനസ്സിലാകുന്നില്ല. കാരണം നിങ്ങൾ സേഫ് ഈ സ്ഥലത്ത് നിങ്ങൾ സേഫ് ആയിരിക്കും എന്ന് പറയാം. അങ്ങോട്ട് ആ സ്ഥലത്തേക്ക് പാവ ആളുകൾ എത്തുക, വീടോ കുടിയൊന്നും ഇല്ലാത്ത ആളുകൾ, ഒന്നുമില്ലാത്ത ഭക്ഷണമൊന്നും ഇല്ലാത്ത ആൾക്കാർ ആ സ്ഥലത്ത് സേഫ് ആയിരിക്കുമെന്ന് അക്രമികൾ പറഞ്ഞത് കൊണ്ട് മാത്രം എത്തുക, എന്നിട്ട് അവിടുത്തെ ടെന്റിന്റെ മുകളിൽ വീണ്ടും ബോംബിടുക. എങ്ങനെ സാധിക്കുന്നതിന്? അതേപോലെ ചെറിയ കുട്ടികൾ അടക്കമുള്ള ആളുകൾക്ക് അവർ ഹോസ്പിറ്റലിൽ അഭയം തേടുമ്പോഴോ അവർക്ക് ചികിത്സക്ക് തേടുമ്പോഴോ ഹോസ്പിറ്റലിന്റെ മുകളിൽ ബോംബിടുക. അതുപോലെ തന്നെ അവർക്കുള്ള ഭക്ഷണങ്ങളുടെ ഡസൻ കണക്കിന് കണ്ടെയ്നറുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കാതെ ആ ഭക്ഷണം അടക്കമുള്ള ആവശ്യ സാധനങ്ങൾ അവിടെ ബ്ലോക്ക് ചെയ്തിടുക. ഇത്തരം ഒരു പ്രവർത്തനത്തെ എങ്ങനെയാണ്, അഥവാ UN പറഞ്ഞ എല്ലാ യുദ്ധ നിയമങ്ങളും, യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ പോലും പാലിക്കേണ്ടതായ എല്ലാ നിയമങ്ങളും, എന്തൊക്കെ നിയമങ്ങളാണുള്ളത് ആ മാനദണ്ഡങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ടുള്ള ഒരു വംശഹത്യയുടെ പീക്ക് അല്ലെങ്കിൽ വേർഷൻ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ അനുകൂലിക്കാൻ കഴിയുക? മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ ജനോസൈഡ് എന്നുള്ള കാര്യം ഞങ്ങൾ പറയുന്നല്ല. ഇപ്പോൾ ഈ ജനോസൈഡ് എന്നുള്ള വാക്കും എവിടെ കാണാൻ കഴിയും? UN പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ, സ്പെഷ്യൽ കമ്മിറ്റി റിപ്പോർട്ട് ജനോസൈഡ് എന്നുള്ള വാക്കുണ്ട്. അതിൽ ICCയുടെ ജഡ്ജ്മെന്റിൽ ജനോസൈഡ് എന്നുള്ള വാക്കുണ്ട്. ഒന്നും വേണ്ട, ICJയുടെ പേജിൽ ജസ്റ്റ് ഒന്ന് യോവ് ഗാലന്റെന്നോ അല്ലെങ്കിൽ നെതന്യാഹു എന്നോ ഇസ്രായേലിന് അടിച്ചെടുത്താൽ മതി. ICJ എന്ന് പറഞ്ഞാൽ UN അണ്ടറിലുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നിപ്പോൾ പണിക്കർ ഉദ്ധരിച്ച ആ കോർട്ടിനെ പോലെ മറ്റൊരു കോർട്ടാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഈ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പ്രസ് റിലീസുകൾ എത്ര തവണയാണ് ആവർത്തിച്ചിട്ടുള്ളത് ഇസ്രായേൽ കമ്മിറ്റ് ചെയ്യുന്ന ജനോസൈഡ് ആണെന്നുള്ളത്? ഇതൊന്നും പോരെ. നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ജനസംഖ്യ 0 വരെ നിങ്ങൾ വംശഹത്യ അല്ല എന്നുള്ളത് വാദിച്ചുകൊണ്ടിരിക്കുമോ? മാത്രമല്ല ഇതിൽ ഞങ്ങൾ ഉന്നയിച്ച വാദങ്ങൾക്ക് ഏതിനാണ് ഇപ്പോൾ ഈ പണിക്കർ സഹോദരൻ മറുപടി പറഞ്ഞത് എന്നുള്ളത് ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഒന്നാമത്തെ ഒരു കാര്യം, ഞാൻ ഈ വംശഹത്യക്കുള്ള ന്യായീകരണത്തിന് മറുപടിയായിട്ട് 32 UN റെസൊല്യൂഷൻസ് ഇസ്രായേൽ കാറ്റിൽ പറത്തിയെന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ഇത് രണ്ട് ഭാഗവും കേൾക്കുന്ന ആളുകൾക്കുള്ള ഒരു ഹോംവർക്കാണ് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, 32 UN റെസൊല്യൂഷൻസ് കാറ്റിൽ പറത്തിയതിനെ കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? 968 വെടിനിർത്തൽ ലംഘനങ്ങൾ, അതായത് സീസ് ഫയർ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയതായിട്ട് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? അതേപോലെ തന്നെ പ്രത്യേകിച്ച് പണിക്കർ സഹോദരൻ വളരെ സൗമ്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ 60,000-ഓളം ആളുകളെ കൊന്നു എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 60,000 എന്നുള്ള സംഖ്യ വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് ഉപരി, വളരെ സൗമ്യമായിട്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആ നമ്പർ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ ഡിഫൻസ് മിനിസ്റ്ററെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു, നോ ഫുഡ്, നോ വാട്ടർ, നോ ഇലക്ട്രിസിറ്റി, ദേ ആർ ഹ്യൂമൻ ആനിമൽസ് എന്ന് യോവ് ഗാലന്റ് പറഞ്ഞ ആ വീഡിയോ അടക്കം കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് മിണ്ടിയിട്ടുണ്ടോ? ഇത് പിന്നെ മിണ്ടാൻ ശ്രമിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം നേരത്തെ പറഞ്ഞ അമേരിക്കയുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ ഹമാസാണ്. ഈ ഹമാസിന് മാത്രമായിട്ട് ഇലക്ട്രിസിറ്റിയും ഫുഡും അതേപോലെ തന്നെ ഇതൊക്കെ ഇല്ലാതാക്കാൻ പറ്റുമോ? അതായത് ഗാസയെ കുറിച്ചാണ് പറയുന്നത്. ഗാസയിലേക്ക് ഇനി ഇലക്ട്രിസിറ്റി ഇല്ല, ഗാസയിലേക്ക് ഇനി ഫുഡില്ല, ഗാസയിലേക്ക് ഇനി വാട്ടർ ഇല്ല, അവർ ഹ്യൂമൻ ആനിമൽസ് ആണ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗാസയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഹമാസിനെ കുറിച്ച് മാത്രമല്ല. ഗാസയിലേക്ക് തന്നെയാണ് ഫുഡും ഇലക്ട്രിസിറ്റിയും വാട്ടറൊക്കെ തടഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം, ലോകമഹായുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ആളുകൾ കൊല്ലപ്പെടുന്നു, 1342 എന്നുള്ള കണക്ക് പറഞ്ഞിട്ട് ഈ ഗാസയിൽ 250ഓളം ആളുകളാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിനെക്കുറിച്ച് പണിക്കർ സഹോദരൻ മിണ്ടിയിട്ടുണ്ടോ ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ ലോകത്തെ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് യുദ്ധമാണ്, യുദ്ധവും ജനോസൈഡും വേറെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ഒരുപാട് ജനോസൈഡുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഒന്ന് കാണുക, എന്ന് വെരിഫൈ ചെയ്യുക. പിന്നെ ആംനസ്റ്റി, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, UN സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ്, ഇതിനൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് ഞാൻ ഇസ്രായേൽ ചെയ്യുന്ന ജനോസൈഡ് ആണ് എന്നുള്ളതിന് തെളിവ് ഞാൻ സമർപ്പിച്ചിരുന്നു. അതിനുള്ള മറുപടി എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ആംനസ്റ്റി പറഞ്ഞിട്ടുണ്ട് ഹമാസ് ചില ക്രൈംസ് ചെയ്തിട്ടുണ്ട്. ഹമാസ് ക്രൈംസ് ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ ജനോസൈഡും ചെയ്തിട്ടുണ്ട്, അല്ലേ? എൻഡ് ഓഫ് ദ സ്റ്റോറി. ഓക്കെ. പിന്നെ വിശന്ന് വലഞ്ഞവർ ഭക്ഷണം വാങ്ങാൻ വന്നപ്പോൾ അവരെ പിന്നെ കൊല്ലുന്നു എന്നുള്ളത് UN സ്പോക്സ് പേഴ്സൺ ആണ് ഡെത്ത് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ അടക്കം ഞാൻ കാണിച്ചിരുന്നു. ഡെത്ത് ട്രാപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 600ഓളം ആളുകളെയാണ് വിശന്ന് വലഞ്ഞ് അവിടേക്ക് ഇവരെന്ത് ചെയ്യാണ്, GHF എന്ന് പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യാണ്, ഫുഡ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുന്നത്. കാരണം അവർക്ക് വേറെ വഴിയില്ല. ഒന്നുകിൽ
പട്ടിണി കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഡെത്ത് ട്രാപ്പിലേക്ക് വന്നിട്ട് മരിക്കുക. ഈ 2 ഓപ്ഷൻസ്. ചിലപ്പം ഭക്ഷണം കിട്ടിയേക്കാം. ഈ ഒരു ഡെത്ത് ട്രാപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞതല്ല, UN പറഞ്ഞതാണ്, UNൻ്റെ സ്പോക്സ്പേഴ്സൺ പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് വീണ്ടും ഇസ്രായേലിൻ്റെ നറേറ്റീവാണ് ഇയാൾ ആവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹിറ്റ്ലർ ഒരിക്കലും ഞാനിതാ ജനോസൈഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയൂല. അതേപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയും സ്വയം ജനോസൈഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയില്ല. പിന്നെ ഉള്ളത് ബന്ദികളുടെ വിഷയമാണ്. 250 ആളുകളെ ഇവിടെ ബന്ദിയാക്കിയിട്ടുണ്ടെങ്കിൽ 10,000 ആളുകളെ അപ്പുറത്ത് ബന്ദികളാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത് വെച്ചാൽ അത് പിന്നെ ഇസ്രായേലിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇസ്രായേലിൽ അങ്ങനെയൊക്കെ ചെയ്യാം, അതെന്താ അവരങ്ങനെ കുറേ പ്രശ്നക്കാരാണ്. അത് ശരി. അപ്പോൾ അതായത് 2 പ്ലെയേഴ്സ് ഇവിടെ ഉണ്ട്, ഒന്ന് ഫലസ്തീനികൾ, 2 ഇസ്രായേലിന് എന്ത് ചെയ്യാൻ പറ്റും? എത്ര ആളുകളാണ് അതിന് ഒരു പിന്നെ ട്രയൽ, ഞാൻ പറഞ്ഞു ട്രയൽ ഇല്ലാതെ, ഒരു തരത്തിലുള്ള വിചാരണയും ഇല്ലാതെ ബന്ദികളാക്കി പിടിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ കഥയടക്കം ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടാനില്ല. ഇസ്രായേലിന് എത്ര വേണമെങ്കിലും എന്തും ചെയ്യാം, ഫലസ്തീൻ എന്ത് ചെയ്യാൻ പറ്റൂല. ഇതാണ് പണിക്കർ സഹോദരൻ്റെ ന്യായീകരണം. അത് സ്വയം ഒന്ന് വിലയിരുത്തുക എന്നുള്ളത് മാത്രമല്ല ഗാസയിൽ ന്യൂക്ലിയർ ബോംബ് പരീക്ഷിക്കണം എന്നതടക്കമുള്ള അമേരിക്കയിലെ ഈ സയനിസ്റ്റ് ലോബിയുടേതടക്കമുള്ള അവരുടെ വാദങ്ങൾ ഞാൻ ഉന്നയിച്ചിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും ഞാൻ ഉന്നയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ന്യായങ്ങളൊന്നും തൊടാതെ, അല്ലെങ്കിൽ തൊടുന്നില്ലെങ്കിൽ അതിൽ വഴുതി മാറിക്കൊണ്ട് വീണ്ടും ഇസ്രായേലിനെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വംശഹത്യ ന്യായീകരിക്കുക തന്നെയാണ് ഈ വംശഹത്യ പണിക്കർ ചെയ്യുന്നത്. അതിന് ഒരിക്കലും ഈ ഹമാസ് അങ്ങനെ ചെയ്തു, ഹമാസ് ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണ്. ഞങ്ങൾ വളരെ സിമ്പിളായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. സിവിലിയൻസിനെ കൊന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, അത് 500 ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, അതിൻ്റെ 100 ഇരട്ടിയാണ് ഇസ്രായേൽ ചെയ്യുന്നത്, അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതിനെ ഈ ഹമാസ് ചെയ്യുന്നതിൻ്റെ 100 ഇരട്ടി ഇൻറ്റൻസിറ്റിയിലാണ് ഇസ്രായേലിൻ്റെ ക്രൈം. അത്രത്തോളം വലിയ ജനോസൈഡാണ്, അത്രത്തോളം വൃത്തികെട്ട ഒരു വംശഹത്യയാണ് അവിടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പണിക്കർ സഹോദരന് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, പണിക്കർ സഹോദരന് ഒരു മനസ്സിലൊരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ, മനോവിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഈ വംശഹത്യ ചെയ്യുന്നവരും വംശഹത്യക്ക് വേണ്ടി പിന്നെ മാനസികമായി അതിനു വേണ്ടി വാദിക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് തമ്മിലുള്ള ആ ഒരു അകലം അല്ലെങ്കിൽ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ഏത് സമയത്ത് വേണമെങ്കിലും അവരും അത്തരത്തിലുള്ള വംശഹത്യ ചെയ്യാനും അവസരങ്ങളും സാഹചര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ മനസ്സുകൊണ്ട് വംശഹത്യ കൊണ്ട് അതാണ് കൂടുതൽ ഡേഞ്ചറസ് തോന്നുന്നത്. ഒരു പ്രോസസ്സിന്റെ ഉള്ളിലാകുമ്പോൾ നമുക്ക് അതിന്റെ ഇന്നസിറ്റി എത്രത്തോളം മനസ്സിലാവില്ല. IDF ഉദ്യോഗസ്ഥർക്കും ചിലപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിന്റെ തീവ്രത എത്രത്തോളം അവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് തീവ്രത കൂടുതൽ മനസ്സിലാവും. തീവ്രത മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ പോലും അതിനെ എതിർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരത്തരം സാഹചര്യങ്ങളും അത്തരം ഒരു പൊട്ടൻഷ്യൽ എന്താ പറയാ ജനോസൈഡിനുള്ള നടത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ സാധനം ഉള്ളിൽ കിടക്കുന്നുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ഗുജറാത്ത് വംശഹത്യ ആണെങ്കിലും അതുപോലെ തന്നെ ഡൽഹിയിൽ നടന്നിട്ടുള്ള റൈഡ്സിനൊക്കെ ന്യായീകരിക്കാൻ ഇവർക്ക് പറ്റുന്ന ഇതുകൊണ്ടാണ്. അപ്പൊ ഈ മാനസികാവസ്ഥ സ്വയം ഒന്ന് ചികിത്സിക്കുക, അത് മാത്രമാണ് പറയാനുള്ളത്. സൗമ്യത വാക്കുകളിൽ പോരാ, സൗമ്യത വേണ്ടത് അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം വേണ്ടത് ആദർശത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നവർ 500 ആളെ കൊന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങളൊരു പ്രശ്നമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ 100 ഇരട്ടി പ്രശ്നമാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ ആവർത്തിക്കുന്നത്. ആ 100 ഇരട്ടി ചെയ്യുന്ന ഒരു ഇസ്രായേൽ അവിടെ ഉണ്ടാകുമ്പോൾ, അവിടെ ഒരു ജനോസൈഡ് മൊത്തം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ 500 ആളെ കൊന്നതിനെ കുറിച്ച് അല്ല അതിൻ്റെ ആ ഒരു ശതമാനമാണ് അവിടെ ചർച്ച വരിക. അതിൻ്റെ 100 ഇരട്ടി ഇസ്രായേലിൻ്റെ ക്രൈമിനെ കുറിച്ച് തന്നെയാണ് ചർച്ച വരിക. അത് തന്നെയാണ് ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ 24-ൽ വല്ലാതെ പ്രയാസപ്പെട്ടതും അതിനുശേഷം സൗമ്യമായി വല്ലാതെ പ്രയാസപ്പെട്ടതും ഒക്കെ ഈ വംശഹത്യയെ ന്യായീകരിച്ചുകൊണ്ടാണ്. അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കി കഴിഞ്ഞു. അതിന് അവരങ്ങനെ ചെയ്തു ഇവരങ്ങനെ ചെയ്തു എന്നുള്ള വാട്ട പൗഡറി ഒരിക്കലും ന്യായീകരണമാവില്ല. ഒന്നുകിൽ കുറച്ചൊക്കെ ഒരു സ്വന്തം ഒന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കണ്ണാടി നോക്കുക, എന്നിട്ട് സ്വയം ചോദിച്ചു നോക്കുക, ഇത്രയും വലിയ വംശഹത്യയും ഇത്രയും വലിയ നരവേട്ടയൊക്കെ ന്യായീകരിക്കുന്ന എന്നെ എന്ത് പേരാണ് വിളിക്കേണ്ടത് എന്ന് സ്വയം ചോദിച്ചു നോക്കുക. അതല്ലെങ്കിൽ സ്വയം ഒന്ന് തിരുത്തുക എന്നുള്ളതാണ് അതിൽ മൊത്തത്തിൽ അതോ മനുഷ്യനാവുക എന്നുള്ളതാണ് ജനറലി. അതോ മറ്റൊരാളുടെ വേദനയിൽ വേദനിക്കാൻ കഴിയുന്ന ഒരാളാവുക എന്നുള്ളതാണ് മനുഷ്യനാകുന്നതിൻ്റെ ഒരു ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലും അജണ്ടകൾ വെച്ച് മാത്രം ഇത്തരം ഈ ഒരു സാഹചര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാതെ 500 ആളെ കൊന്നു, 60,000 ആളെ കൊന്നുള്ളൂ എന്ന് പറയുന്ന ഒരു മനോനില ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം വളരെ ലാഘവത്തോടെയും ഫലസ്തീൻ ചെയ്യുന്നതെല്ലാം വളരെ ഭയങ്കരമായ ഒരു ഭയാനകതയോടെയും കാണുന്നത് ഒന്നുകിൽ നമ്മളെ തലച്ചോറിൽ കയറിയ ഒരു വെറുപ്പിൻ്റെയും ഒരു ഭീതിയുടെയും ഒരു മറ്റുള്ളവരോടുള്ള വിദ്വേഷത്തിൻ്റെ ഒക്കെ ഒരു ഉപോത്ബലകമായിട്ടുണ്ടാകുന്ന കാര്യമായിരിക്കാം. അല്ലെങ്കിൽ അതങ്ങനെ കരുതി കൂട്ടി ചിന്തിച്ചു കൂട്ടി അതങ്ങനെ തന്നെ പറയണമെന്ന് ഉദ്ദേശത്തിൽ പറയുന്നതാവാം. രണ്ടാണെങ്കിലും അത് ചികിത്സിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു പാശ്ചാത്യൻ പ്രയോഗങ്ങളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ കോൺഫ്ലിക്റ്റിൻ്റെ October 7 ശേഷമുള്ള ആ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഫലസ്തീനിൽ മരണപ്പെട്ട ആളുകളൊക്കെ
ഡൈഡും അതേപോലെ തന്നെ ഇസ്രായേൽ മരണപ്പെട്ട ആളുകൾക്ക് കിൽഡും ആയിരുന്നു. വളരെ വിചിത്രമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഡെലിബറേറ്റ് ചെയ്യുന്നതായിരിക്കില്ല, കാരണം അവരുടെ മനസ്സിൽ അത്തരത്തിൽ എന്താണ് ഊട്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരൊരു സബ് ഹ്യൂമൻസ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ആനിമൽസ് ആണ്. കൊല്ലപ്പെടുക എന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. പിന്നെ ഫലസ്തീനികളായ ഗാസക്കാരായ 10,000 ആളുകൾ പിന്നെ അവിടെ ബന്ദികളാക്കുക, അതൊരു വിഷയം. അത് ആ പ്രയോഗത്തിൽ പോലും ഒന്ന് ബന്ദികളാണ്, മറ്റൊന്ന് യുദ്ധത്തടവുകാരാണ്. ആ രണ്ട് പ്രയോഗത്തിലും അഥവാ ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊല്ലപ്പെടലാണ് നോർമൽ, ആക്രമിക്കപ്പെടലാണ് നോർമൽ, അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടലും അവർ ഇസ്രായേലിലെ തടവുകാരാവലുമാണ് നോർമൽ. അവർ മരിച്ചിട്ടില്ലെങ്കിലാണ് എന്തോ ഇസ്രായേൽ ദയ കാണിക്കുന്നു. സീസ്ഫയറിനെ കുറിച്ച് വരുമ്പോഴാണെങ്കിലും ഇപ്പൊ 65,000 ആളുകളെ കൊന്ന ഇസ്രായേൽ ഇനി സീസ്ഫയർ വരികയാണെങ്കിൽ ഇസ്രായേലിന് എല്ലാവരും വാഴ്ത്തിപ്പാടും, 65,000 ആളുകളെ കൊന്നിട്ട് അവർ നിർത്തിയല്ലോ, എന്തൊരു സമാധാനത്തിന്റെ ബാക്കി ലക്ഷക്കണക്കിന് ആളുകൾ ബാക്കി വെച്ചല്ലോ, അവരെ കൊല്ലാതെ വിട്ടില്ലേ. നിങ്ങൾ ഇസ്രായേലിന്റെ മഹാമനസ്കത കാണുന്നില്ലേ എന്ന അർത്ഥത്തിൽ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ഷണം പ്രശ്നമാണ്, മനസ്സിലാക്കുക. കാരണം ഇവിടെ മനുഷ്യർ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വൈകാരികമായി ഒരു പ്രയാസം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ചിന്തയെ മാറ്റേണ്ടതാണ്. നിങ്ങൾ ഏതൊരു ആദർശത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ആ ആദർശമേ പ്രശ്നമാണ്, ആ ഐഡിയ പ്രശ്നമാണ് എന്നതാണ് കാണിച്ചു തരുന്നത്. അല്ലാതെ ഉള്ള യാഥാർത്ഥ്യങ്ങളോട് കണ്ണടക്കുന്നതിൽ അവിടെ അർത്ഥമില്ല എന്നുള്ളതാണ് പറഞ്ഞു. നമുക്ക് പൊതുവെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഏത് തരത്തിലുള്ള ഐഡിയോളജീസും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ ആ ഐഡിയോളജി ഇത്രയും വലിയ ഒരു വംശഹത്യയെ ന്യായീകരിക്കുന്ന അവസ്ഥയിൽ അതിന് വീണ്ടും അതിന് ന്യായീകരണങ്ങളുമായി ടി വിയിലേക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ നമുക്ക് ഒരു മനക്കുത്തും തോന്നാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കാര്യമായ എന്തൊരു പ്രശ്നം ഉണ്ട് എന്നൊന്ന് അനലൈസ് ചെയ്യാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മൾ ഉയർത്തിയ നേരത്തെ പറഞ്ഞ ഇത്രയും തെളിവുകൾ അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം ഇണ്ടാതെയാണ് വീണ്ടും വേറെ പല കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരിക, വംശഹത്യയെ ന്യായീകരിക്കുന്നതിന് ഞങ്ങൾ എതിരായി പറഞ്ഞ വിഷയങ്ങളിലേക്ക് വരിക, അല്ലെങ്കിൽ വംശഹത്യയുടെ ന്യായീകരണം നിർത്തുക എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.